ഓരോ വോട്ടും കൂട്ടിയും കിഴിച്ചും കാത്തിരിക്കുകയാണ് പാലക്കാട്ടെ 3 മുന്നണികളും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പല അവകാശവാദങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിമറിഞ്ഞേക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. പാലക്കാട്ട് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. കൂട്ടിക്കിഴിക്കലുകളും വിലയിരുത്തലുകളുമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പുറത്തു വലിയ ആത്മവിശ്വാസമെങ്കിലും ചിലയിടത്ത ചങ്കിടിപ്പ് ഏറെയാണ്. കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. UDF കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടുന്നത്. കോൺഗ്രസിന് കണക്ക് കൂട്ടാൻ എവിടുന്നാണ് ഈ കണക്കെന്നാണ് എൻ്റെ ചോദ്യം. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കുറെ കണ്ട ആളാണ് ഞാൻ. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷാഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എൻ്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. ഭൂരിപക്ഷം പറയാനില്ലെങ്കിലും നാളെ പകൽ പാലക്കാട് UDF ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ പോളിംഗ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റുകളുണ്ടല്ലോ, കോൺഗ്രസ് UDF പോക്കറ്റുകളിൽ വളരെ കൃത്യമായി ഉയർന്ന പോളിംഗ് നിൽക്കുന്നുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ പാർട്ടിക്കകത്ത് കാൻഡിഡേറ്ററിനോടോ പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഇല്ലാത്തത് നമുക്ക് മാത്രമാണ്. പൊളിറ്റിക്കൽ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ 6,000 വോട്ടുകൾ കൂടി ലഭിക്കുമെന്നാണ് NDA പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന നേതാക്കൾ. ഭാരതീയ ജനതാ പാർട്ടി 100% ജയിക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ചില കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതാണ്ട് 6,000-7,000 വോട്ട്, അതിലൊരു കാര്യമായ ഒരു സംഖ്യ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്സ്ട്രാ ആയിട്ട് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ബൂത്ത് കണക്കുകൾക്കപ്പുറം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പെട്ടിപ്പൊട്ടും വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. 24 പാലക്കാട്.